ദൈവവചനത്തിൻ്റെ കേൾവിക്കായിട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. ഫിലിപ്പിയരുടെ പുസ്തകം 3-ാം അധ്യായം 20-21 വചനങ്ങൾ വായിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 20 and 21 വായിക്കാം. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ബലഹീനമായ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ഭാഗ്യകരമായ മഹത്വകരമായ പ്രത്യാശയെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അതുതന്നെ ആയിരിക്കും. നിത്യതയെക്കുറിച്ചുള്ള ദൈവമക്കളുടെ മഹത്വകരമായ പ്രത്യാശയും അതിനുള്ള ഒരുക്കവും എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും നാം ചിന്തിക്കുക. അവർ ബ്ലസ്സഡ് ഫ്യൂച്ചർ ഹോപ്പ് ഇൻ ഇറ്റേണിറ്റി ആസ് വെൽ ആസ് അവർ പ്രിപ്പറേഷൻ ഫോർ ദാറ്റ്. ഈ വചനം ശ്രദ്ധിക്കുക. 20-ാം വചനത്തിൽ നാം വായിച്ചല്ലോ, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആകുന്നു എന്ന് വെച്ചാൽ ഈ ഭൂമിയിലല്ല നമ്മുടെ അസലായ പൗരത്വം. നാം സ്വർഗത്തിലെ പൗരന്മാരാണ്, ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്. ഈ ഭൂമിയിലെ നമ്മുടെ പൗരത്വം താൽക്കാലികം മാത്രമാണ്. നമ്മുടെ പ്രത്യാശയും അതുതന്നെയാണ്. ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മോട് തന്നെ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. ദൈവമേ, ഞാൻ ഇവിടുത്തുകാരനല്ല, ഇവിടുത്തുകാരിയല്ല. എൻ്റെ യഥാർത്ഥ അസൽ രാജ്യം, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഞാൻ നിത്യതയ്ക്കായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വേരുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും ഏറ്റുപറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവദാസന്മാര്, അപ്പോസ്തലന്മാരൊക്കെയും പറഞ്ഞിട്ടുണ്ട്, നാം ഈ ഭൂമിയിൽ അന്യന്മാരും പരദേശികളും തീർത്ഥയാത്രക്കാരുമാണ്. വി ആർ ഏലിയൻസ്, സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ് ഓൺ ദിസ് എർത്ത്. ഇവിടെ ഈ ഭാഗം വായിച്ചാൽ, ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ, ഈ 3-ാം അധ്യായം വായിക്കുമ്പോൾ മീതെയുള്ള 2-3 വാക്യങ്ങൾ നോക്കിയാൽ 18-19 വാക്യങ്ങൾ നോക്കുക. വേഴ്സസ് 18 and 19 വായിക്കാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശമാകുന്നു. അവരുടെ ദൈവം അവരുടെ ഉദരമാകുന്നു. അവരുടെ മഹത്വം അവരുടെ ലജ്ജയാകുന്നു. അവരുടെ ചിന്ത ഭൗതിക കാര്യങ്ങളിലാകുന്നു. ഇവിടെ കേട്ടല്ലോ, 18-19 വാക്യങ്ങളിൽ അവർ എന്ന് ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത്, അവർ. എന്നാൽ 20-21 വാക്യങ്ങളിൽ ഞങ്ങൾ അഥവാ നാം എന്ന് പറയുന്നു. അപ്പൊ 2 കൂട്ടരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അവരും ഞങ്ങളും. ദൈവമക്കളെ, നമുക്ക് ഈ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഈ ലോക മനുഷ്യർ, ലോകത്തിനായി ജീവിക്കുന്നവരെ കുറിച്ച് അവരെന്ന് പറയാം. അവരുടെ ലക്ഷ്യവും ഉദ്ദേശവും വേറെയാണ്. എന്നാൽ നമ്മൾ ദൈവമക്കളാണ്, ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ആ ഒരു വ്യത്യാസം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്നു, അവരുടെ വയറാണ് അവരുടെ ദൈവം. അവരുടെ വയറിന് വേണ്ടിയും വിശപ്പുകൾക്ക് വേണ്ടിയും ഒക്കെ അവർ ജീവിക്കുന്നു. They live for their appetites. Their eyes are on earthly things, earthly glory. ഈ ഭൂമിയിലെ മഹത്വമാണ് അവർ അന്വേഷിക്കുന്നത്. അവരുടെ അന്ത്യം നാശമാണ്. അങ്ങനെ അവരെക്കുറിച്ച് പലതും പറയുകയാണ്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. We are different people. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. കർത്താവായ യേശുക്രിസ്തു രക്ഷകനായി വരും ഞങ്ങൾ കാത്തിരിക്കുന്നു. അവിടുന്ന് വരുമ്പോൾ കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെടും. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറും. താഴ്ചയുള്ള ദ്രവിച്ചു പോകുന്ന ഈ ശരീരത്തെ അവിടുന്ന് വരുമ്പോൾ രൂപാന്തരപ്പെടുത്തി തേജസ്സേറിയ ഒരു ആത്മീയ ശരീരമായി മാറ്റും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. ഈ പ്രത്യാശ സഹോദരന്മാരെ നമുക്കുണ്ടോ? അതൊന്ന് ഏറ്റുപിടിക്കാമോ? ഒന്ന് മുറുകെ പിടിക്കാമോ? എൻ്റെ പ്രത്യാശ ഈ ഭൂമിയിലല്ല, വാനമേഘങ്ങൾക്കപ്പുറത്ത് നിത്യതയിലാണ്, ദൈവരാജ്യത്തിലാണ് എൻ്റെ പ്രത്യാശ. ഞാൻ അങ്ങോട്ട് പോകുന്നയാളാണ്. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാനും ഒന്നും സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ഈ ഒരു ചിന്തയോടും പ്രസ്താവനയോടും കൂടെ ജീവിക്കണം. ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ ഇവിടുത്തുകാരിയല്ല. കുറച്ചു കാലം ഇവിടെ ജീവിക്കും, അത് കഴിഞ്ഞ് ഞാൻ കടന്നുപോകും. ഈ ഒരു പ്രത്യാശ ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസിന്റെ ലക്ഷ്യവും അങ്ങനെ തന്നെ ആയിരുന്നു. അതിന്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, വേഴ്സ് 13, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു,
പിമ്പിലുള്ളത് പുറകിലുള്ളതൊക്കെയും മറന്നു കളയുന്നു. മുമ്പിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ആ വിളിയുടെ വിരുദിനായിട്ട് ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ദൈവദാസന്റെ പൗലോസ് അപ്പോസ്തലന്റെ ലക്ഷ്യവും ഓട്ടവും ഈ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു: ക്രിസ്തുവിന്റെ കാന്തയായി തീരുക, ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുക, ക്രിസ്തുവിനോടൊപ്പം അവനോടൊപ്പം എന്നുമെന്നും ആയിരിക്കുന്ന ഒരവസ്ഥ. ദൈവമക്കളായിട്ട് ജീവിച്ച് നല്ല ഒരന്ത്യം പ്രാപിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ആ കാര്യം നമ്മുടെ മനസ്സിൽ ഒന്ന് വ്യക്തമായിട്ട് പതിയട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം നാം ഓർമ്മിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇവിടുത്തുകാരനല്ല, എൻ്റെ ലക്ഷ്യം വളരെ മുൻപിലാണ്, നിത്യതയാണ് എൻ്റെ ലക്ഷ്യം. ഇന്ന് ആ കാര്യത്തെക്കുറിച്ച് വളരെ ബ്രീഫായി ചുരുക്കമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭാവി പ്രത്യാശയെക്കുറിച്ച് 3 സ്റ്റെപ്സായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചില വചനങ്ങൾ വായിക്കാം. നമ്മുടെ ഭാവി പ്രത്യാശ, നമ്മുടെ വരുവാനുള്ള പ്രത്യാശയെക്കുറിച്ച് നാം രൂപാന്തരപ്പെടും. ക്രിസ്തുവിന്റെ കാഹളം കേൾക്കുമ്പോൾ നാം രൂപാന്തരപ്പെടും. നമ്മുടെ ശരീരങ്ങളൊക്കെ മാറും. ദ്രവിച്ചു പോകുന്ന ദ്രവത്വമുള്ള ഈ ശരീരം മാറി ദ്രവിക്കാത്ത ഒരു ആത്മീയ ശരീരം നമുക്ക് ലഭിക്കും എന്നുള്ള 2 ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51 മുതൽ 53 വരെ വായിക്കാം. 1 Corinthians chapter 15 verses 51 to 53. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കപ്പെടുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ നശ്വരമായത് അനശ്വരതയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. നോക്കുക, ഇവിടെ നാം വായിക്കുന്നത് നമ്മുടെ മുൻപിൽ ഒരു പ്രത്യാശ ദൈവം വെച്ചിട്ടുണ്ട്. അന്ത്യകാഹളം കേൾക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നിമിഷ നേരം കൊണ്ട് നാം എല്ലാവരും രൂപാന്തരപ്പെടും. പെട്ടെന്നത് സംഭവിക്കും. കാഹളം ധ്വനിക്കും. മരിച്ചുപോയ വിശുദ്ധന്മാർ അക്ഷയരായി ആത്മീയ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഈ ദ്രവത്വമുള്ളത് അഥവാ നശ്വരമായത് അനശ്വരതയെ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇക്കാര്യം നാം വിശ്വസിക്കുകയാണ്. കർത്താവ് മടങ്ങി വരുമ്പോൾ, അവിടുത്തെ കാഹളം കേൾക്കുമ്പോൾ ഞാൻ രൂപാന്തരം പ്രാപിക്കും. എൻ്റെ ഭൗതികമായ എല്ലാ സ്വത്തുക്കളും എല്ലാ കാര്യങ്ങളും കുടുംബവും എല്ലാം വിട്ടിട്ട് ഞാൻ കർത്താവിനെ എതിരേൽക്കുവാൻ കയറിപ്പോകും. വിശ്വാസമുണ്ടോ? ഉറപ്പുണ്ടോ? ആ വിശ്വാസം വളരെ ദൃഢമായിരിക്കണം. I shall be transformed. I will be changed and I will be caught up with the Lord Jesus Christ. ഇതിനെക്കുറിച്ചൊക്കെ പല ഉപദേശ വ്യത്യാസങ്ങളും തിയോളജിക്കൽ ആർഗ്യുമെന്റ്സും ഒക്കെ നിലവിലുണ്ട്. എന്നാൽ ഞാൻ അതിലേക്കൊന്നും കാര്യമായിട്ട് കടക്കുന്നില്ല. അതിൻ്റെ അന്തസത്ത എന്താണെന്നുള്ള ഏറ്റെടുത്താൽ മതി. അതിൻ്റെ സത്യം ഇതാണ്: കാഹളം കേൾക്കും, ദൈവമക്കൾ രൂപാന്തരപ്പെടും. എപ്പോൾ, എവിടെ, എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് ദൈവവചനം കുറച്ച് വേഗമാണ്. അത്ര വ്യക്തമായിട്ടെല്ലാം പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല. എന്നാൽ ഈ സത്യം ശരിയാണ്. ക്രിസ്തുവിന്റെ കാഹളം കേൾക്കുമ്പോൾ നാം രൂപാന്തരപ്പെടും. വീണ്ടും വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. 1 Thessalonians chapter 4 verses 16 and 17 വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ അവശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. അടുത്ത വചനം കൂടെ. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവീൻ. ദൈവമക്കൾക്ക് അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ പര്യാപ്തമായ വചനമാണ് ഇതെന്ന് നാം കേട്ടുവല്ലോ. പലപ്പോഴും ഇത് ശവമടക്കത്തിനും ഒക്കെ വായിക്കുന്ന വാക്യങ്ങളാണ്. എന്നാൽ ഇത് അതിനുവേണ്ടിയുള്ള വാക്യമല്ല. ജീവിച്ചിരിക്കുന്നവരായ, മരിച്ചവർക്ക് വേണ്ടിയുള്ളതല്ല, ജീവിച്ചിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുകയും നമ്മുടെ വിശ്വാസത്തെയും പ്രത്യാശയും ഒന്നുകൂടെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ഈ വചനങ്ങൾ തന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നാം ഇവിടെ വായിച്ച കൊരിന്ത്യർ ലേഖനത്തിലും തെസ്സലോനിക്കർ ലേഖനത്തിലും വായിച്ച ഈ 2 വചനങ്ങളും ഏതാണ്ട് സിമിലർ ആണ്. എന്താണ്? കർത്താവിന്റെ കാഹളം കേൾക്കും, ഞാൻ രൂപാന്തരപ്പെടും. മരിച്ചുപോയ വിശുദ്ധന്മാർ ജീവിച്ചെഴുന്നേറ്റ് വരും, ഞാനും രൂപാന്തരപ്പെടും. പിന്നെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പ്രത്യാശ നമുക്കാർക്കും
കൈമോശം വരരുത്. നമ്മുടെ മുൻപിൽ വളരെ ക്ലിയറായിരിക്കുന്ന ഈ പ്രത്യാശ ഉണ്ടായിരിക്കണം. അതിൻ്റെ സമയക്രമമോ അതിൻ്റെ കാര്യങ്ങളോ ഒക്കെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇത് സംഭവിക്കും. നാം രൂപാന്തരപ്പെടും. വി ഷാൽ ബി ചേഞ്ച്. അതാണ് നമ്മുടെ ഭാവി പ്രത്യാശയുടെ ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത്. നാം രൂപാന്തരപ്പെടും. കർത്താവിൻ്റെ കാഹളം കേൾക്കും, നാം രൂപാന്തരപ്പെടും. അടുത്ത പടി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് 1000 ആണ്ട് വാഴ്ച എന്നൊരു കാര്യം ബൈബിളിലുണ്ട്. ദ മില്ലേനിയൽ കിങ്ഡം റൂൾ. 1000 ആണ്ട് ഉള്ള ഒരു സഹസ്രാബ്ദ വാഴ്ചയുടെ ഒരു യുഗം ഇനി വരുന്നുണ്ട്. അത് നാം രൂപാന്തരപ്പെട്ടതിന് ശേഷമാണ് സംഭവിക്കുന്നത്. അതിൻ്റെയും കൃത്യമായ കാലക്കണക്കും ഒന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധ്യമല്ലെങ്കിലും ആദ്യത്തെ കാര്യം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യമാണ് വരുന്നത്. ഈ 1000 വർഷത്തെ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് 2-3 വചനങ്ങൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സസ് 2 to 7 നമുക്ക് വായിക്കാം. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. മതി. ഇവിടെ നിങ്ങൾ എണ്ണി നോക്കണം എത്ര പ്രാവശ്യം 1000 എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷമിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞേക്കാം. 6 പ്രാവശ്യം ഈ 1000ന്റെ കണക്ക് ഈ വാക്യങ്ങളിലുണ്ട്. 6 പ്രാവശ്യം 1000 ആണ്ട് 1000 ആണ്ട് 1000 ആണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. 1000 ആണ്ട് സാത്താനെ പിടിച്ച് ബന്ധിച്ച് തടവിലാക്കി അവിടെ ഇടും. അയാൾ ഇനി മനുഷ്യരെ ഈ 1000 ആണ്ടേക്ക് വഞ്ചിക്കാതിരിക്കുവാൻ തക്കവണ്ണം പിശാചിനെ അടച്ചു പൂട്ടി മുദ്രയിട്ട് മാറ്റിയിടും. അതേസമയം തന്നെ 1000 ആണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഒരു വളരെ അനുഗ്രഹീതമായ ഒരു ഭരണം നടത്തുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കുക. മൃഗത്തിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചു എന്നല്ല, ഭരണം നടത്തി വാണു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ക്രിസ്തുവിനായിട്ട് സമർപ്പിതരായി വിശുദ്ധമായി ജീവിക്കുന്ന, അങ്ങനെ ജീവിച്ച ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർ ക്രിസ്തുവിനോട് കൂടെ 1000 വർഷം ഭരണം നടത്തി. 6-ാം വാക്യവും വായിച്ചാൽ അത് ശ്രദ്ധിക്കാൻ പറ്റും. വേഴ്സ് 6, ഇത് ആദ്യത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും അനുഗ്രഹീതനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരാണ്. ക്രിസ്തുവിനോടൊപ്പം 1000 ആണ്ട് വാഴും. ആരാണ് രാജാവിനോടൊപ്പം സാധാരണ വാഴുന്നത്? ഈ കാലത്ത് രാജാവും ഒന്നും ഇല്ല. എന്നാൽ മുൻകാലങ്ങളിൽ രാജാവിനോടൊപ്പം തൻ്റെ സിംഹാസനത്തിൽ തൻ്റെ കൂടെ ഇരിക്കുന്നത് രാജ്ഞിയാണ്. രാജാവും രാജ്ഞിയും ഭരണാധിപന്മാരാണ്. അവർക്ക് രാജ്യത്തിൻ്റെ അധികാരമുണ്ട്. യേശുക്രിസ്തു രാജാവായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ ഒരു കാന്ത ക്രിസ്തുവിനോടൊപ്പം അധികാരം സ്ഥാപിച്ച് വാഴുന്ന, റെയിൻ ചെയ്യുന്ന ഒരു മണവാട്ടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. They will be priests of God and of Christ and will reign with him for 1000 years. ഇത് നമ്മുടെ മഹത്വ പ്രത്യാശയുടെ 2-ാം ഘട്ടമായിട്ട് ഞാൻ പറയുന്നു. ദൈവമക്കളായ നാം കടന്നു പോകേണ്ട ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടം, നാം കാഹളം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെടും.
ദ്രവത്വമുള്ള ഈ ശരീരം നാം കൈവിട്ട് കളഞ്ഞിട്ട് അദ്രവത്വതയുള്ള അനശ്വരമായ ഒരു ആത്മീയ ശരീരം നമുക്ക് ലഭിക്കും. ആ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊള്ളണം. ആ പ്രത്യാശ സജീവമായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങളും പണവും വീടും കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ അൺഇമ്പോർട്ടൻ്റ് കുറച്ചുകൂടെ സാങ്കത്യം കുറഞ്ഞ കാര്യങ്ങളായിട്ട് തീരും എന്നുള്ളത് എനിക്ക് സത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ പ്രത്യാശ ഒരു വ്യക്തിക്ക് സജീവമല്ലെങ്കിൽ അവരെക്കുറിച്ച് പറഞ്ഞാൽ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ അവർക്ക് മുഖ്യത്വമുള്ളതായിട്ട് തീരും. നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് രാവിലെ പരിശോധിക്കണമേ. നാം രൂപാന്തരപ്പെടും. അത് ഒന്നാമത്തെ സ്റ്റേജാണ്. രണ്ടാമത്തേത് ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ച അഥവാ സഹസ്രാബ്ദ യുഗ വാഴ്ച എന്ന് വിളിക്കാൻ സാധിക്കും. അവിടെ ആരാണ് അതിൽ പങ്കാളികളാകാൻ കഴിയുന്നത്? ഈ വെളിപ്പാട് 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ അനുഗ്രഹീതനും വിശുദ്ധനുമാകുന്നു. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ഇത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ക്രിസ്തുവിനെ മണവാട്ടി ആയിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസ്ഥയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ നമുക്ക് ആ കൂട്ടത്തിൽ പെടുവാൻ സാധ്യമല്ല എന്നും ഞാൻ മുന്നറിയിപ്പായിട്ട് പറയട്ടെ. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ പോരാ. ഭാഗ്യവാനും വിശുദ്ധനുമായി ജീവിക്കണം, അനുഗ്രഹീതരായിട്ട് ജീവിക്കണം. പാപത്തെ വെറുത്ത് എല്ലാ ദുഷ്ടതയും കൊള്ളരുതായ്മയും പാപകരമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് പവിത്രമായി പരിശുദ്ധമായി നല്ല ചിന്തകളോടെ നമ്മെ തന്നെ എളിമപ്പെടുത്തി താഴ്മയോടെ എല്ലാ അഹങ്കാരവും പൊങ്ങച്ചവും വിട്ടുകളഞ്ഞ് താഴ്മയോടെ ജീവിച്ച് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവർക്കാണ് ഈ ആദ്യത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകാനും ക്രിസ്തുവിന് പുരോഹിതന്മാരായി അവനോടൊപ്പം അവൻ്റെ കൗണ്ടർ പാർട്ടായി മണവാട്ടിയായി സിംഹാസനത്തിൽ ഇരുത്തപ്പെടുവാനും 1000 ആണ്ട് വാഴുവാനും കഴിയുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു അവ്യക്തതയോ കൺഫ്യൂഷനോ ഉണ്ടാകേണ്ട ആവശ്യമില്ല. അത് വളരെ ലളിതമായിട്ട് ചിന്തിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, മൂന്ന് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തേതാണ് നാം രൂപാന്തരപ്പെടും എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നാം ക്രിസ്തുവിനോടൊപ്പം 1000 വർഷം ഈ ഭൂമിയിൽ വാഴും, അധികാരം നടത്തും. മൂന്നാമത്തെ കാര്യം ഇറ്റേണൽ കിങ്ഡം എന്നുള്ളതാണ്. അതിനെ ആ സ്വർഗം എന്നൊക്കെ നാം വിളിക്കുന്നു. ദൈവത്തിൻ്റെ നിത്യരാജ്യം, അന്ത്യമില്ലാത്ത അനന്തമായ ഒരു രാജ്യം വരാൻ പോകുന്നു. അവിടെ ഈ ക്ലോക്കിനും വാച്ചിനും ഒന്നും ആവശ്യമില്ല. ദർ ഇസ് നോ മെഷർമെന്റ് ഓഫ് ടൈം. നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. സമയമില്ലാത്ത ഒരു സമയം. അതെങ്ങനെ പറ്റും? അതെങ്ങനെ സാധിക്കും? ദർ ഇസ് നോ ടൈം ടു മെഷർ. അളക്കാനായിട്ട് സമയമില്ല. ദർ ഇസ് നോ ബിഗിനിങ്, ദർ ഇസ് നോ എൻഡ്. അങ്ങനെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു അനന്തകാല രാജ്യം, അതിനെയാണ് ഇറ്റേണിറ്റി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്. നമുക്ക് 2 വചനങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 3. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടു കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടു കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അവിടെ ദൈവം മനുഷ്യരോട് വന്ന് വസിക്കുന്ന ദൈവത്തിൻ്റെ കൂടാരം അവിടെ സ്ഥാപിക്കുന്നു. അവരോട് കൂടെ ദൈവം വസിക്കുന്നു. അവർ അവിടുത്തെ ജനമായിരിക്കും. ദൈവം തന്നെ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അനുഗ്രഹീതമായ ഒരവസ്ഥയാണ്. ഇനിയും അതിൻ്റെ 6-ാം വചനം കൂടെ വായിക്കാം. വേഴ്സ് 6. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. നോക്കുക, ഇവിടെ ദൈവം പ്രഖ്യാപിക്കുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം തീർന്നു. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും ഭൂമിയും ഇതിന്റെ എല്ലാ കാര്യങ്ങളും, ഭൂമിയിലെ ജീവിതവും, ഈ കാര്യങ്ങളെല്ലാം തീർന്നു, സംഭവിച്ചു കഴിഞ്ഞു. യെസ്, ഇറ്റ് ഈസ് ഡൺ. ഇറ്റ് ഈസ് ഡൺ. തീർന്നു. മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതവും ആയുസ്സും എല്ലാ നേട്ടങ്ങളും എല്ലാ കാര്യങ്ങളും അവസാനിച്ചു. ഇനി മറ്റൊരു ഫേസ് ആണ്, അടുത്ത ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സംഭവിച്ചു തീർന്നു. ദൈവമക്കളെ, ഇങ്ങനെയൊക്കെ ദൈവം പറയുന്ന ഒരു സമയം വരും. എല്ലാം തീർന്നു. മനുഷ്യന്റെ പദ്ധതികളും പ്ലാനുകളും ജീവിതവും ഭൂമിയിലെ കാര്യങ്ങളും
എല്ലാം തീർന്നു. ഇനിയും മുമ്പിൽ ഇതാ ഇറ്റേണിറ്റി, നിത്യത കിടക്കുകയാണ്. നിങ്ങളെല്ലാം നിത്യതയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതാണ് പറയുന്നതിന്റെ അർത്ഥം. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. എന്താണ് ആൽഫയും ഒമേഗയും? അത് ഗ്രീക്ക് ഭാഷയിലെ ആദ്യ അക്ഷരവും അവസാനത്തെ അക്ഷരവുമാണ്. ആൽഫയും ഒമേഗയും, ആദിയും അന്തവും എന്ന അർത്ഥം. അതെ, ദൈവം ഈ കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ ഒടുവിൽ വരെയും കാണുന്നവനായ വലിയവനായ ദൈവത്തിന്റെ മുമ്പിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഇന്ന് രാവിലെ നമുക്ക് ഓർക്കാം. ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട്. ദ ഇറ്റേണൽ കിങ്ഡം ഓഫ് ഗാഡ്, നിത്യമായ ദൈവത്തിന്റെ രാജ്യം നമ്മുടെ മുൻപിൽ ഇങ്ങനെ അത് വളരെ അടുത്തു വന്ന് നിൽക്കുകയാണ്. നാം അങ്ങോട്ട് കടക്കുവാൻ സമയമായി. ആകയാൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ ഒന്ന് മാറ്റണം. നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ വിഷനും പെർസ്പെക്റ്റീവും കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി മനസ്സ് വെച്ച് ജീവിക്കണം. ഈ ലോകത്തിലെ കാര്യങ്ങൾ മിനിമം അന്വേഷിച്ചുകൊണ്ട് അതിൽ എല്ലാം മനസ്സ് വെച്ച് അതിനുവേണ്ടി ജീവിക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി മനസ്സ് വെച്ച് ജീവിക്കുവാനും ദൈവരാജ്യത്തിന്റെ വക്താക്കളായി ജീവിക്കുവാനും കർത്താവ് നമ്മെ ഇന്ന് രാവിലെ ആഹ്വാനം ചെയ്യുന്നു. അടുത്ത പേജിലേക്ക് നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3 മുതൽ 5 വരെയും കൂടെ വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സസ് 3, 4 and 5. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഈ വചനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പദപ്രയോഗം അതിലുണ്ട്. ഫോർ എവർ എന്നുള്ള പ്രയോഗമാണ്. അവർ എന്നും എന്നേക്കും രാജാക്കന്മാർ ആയിരിക്കും. ദൈവമക്കളെ കുറിച്ച്, എന്നെ നിങ്ങളെ കുറിച്ചും കൂടെയാണ് അത് പറയുന്നത്. നാം കർത്താവിന് വേണ്ടി സമർപ്പിതരായി ജീവിച്ച് മുമ്പോട്ട് പോയാൽ നമ്മെക്കുറിച്ചും ദൈവം അങ്ങനെ പറയും. അവർ എന്നും എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അത് ഇറ്റേണൽ കിങ്ഡത്തെ കുറിച്ചാണ്, വരാൻ പോകുന്ന നിത്യരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ രാത്രി ഇല്ല, സൂര്യന്റെ വെളിച്ചം ആവശ്യമില്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന കുഞ്ഞാട് അവർക്ക് വെളിച്ചമായിരിക്കും. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. വിളക്കിന്റെ ആവശ്യമില്ല. അവർ എന്നും രാജാക്കന്മാർ ആയിരിക്കും. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ വളരെ ഇടുങ്ങിയ ബുദ്ധിക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ സാധ്യമല്ല. എങ്കിലും ദൈവം നമുക്ക് ചെറിയ ചില ആശയങ്ങൾ തന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ബൈബിളിലെ അനേക വചനങ്ങളും അനേകം പഠിപ്പിക്കലുകളെല്ലാം ഞാൻ സംക്ഷിപ്തമായിട്ട് 3 സ്റ്റേജായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ഇനി പല സ്റ്റേജുകളൊക്കെ വരുത്തുവാൻ സാധിക്കും. എന്നാൽ ഈ 3 സ്റ്റേജുകൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ഇരിക്കട്ടെ. 1, നമ്മുടെ ഭാവി പ്രത്യാശ. നാം രൂപാന്തരപ്പെടും. നശ്വരമായ ദ്രവിച്ചു പോകുന്ന ഈ ശരീരം മാറി അനശ്വരമായ അദ്രവത്വം ഉള്ള ഒരു ശരീരം ലഭിക്കും. കർത്താവിന്റെ വരവിൽ നാം അവനോടൊപ്പം ചേർത്ത് കൊള്ളപ്പെടും. 2, യേശുക്രിസ്തു രാജാവായിരിക്കുന്ന യെരൂശലേമിൽ നിന്ന് ഭരണം നടത്തുന്ന ആ 1000 ആണ്ടത്തെ വാഴ്ചയിൽ പിശാചിനെയൊക്കെ മാറ്റി നിർത്തും. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ഇതിന് ശേഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മില്ലനിയൽ കിങ്ഡം, സഹസ്രാബ്ദ യുഗ വാഴ്ചയെക്കുറിച്ചും മറ്റും ചില കാര്യങ്ങൾ കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു 1000 വർഷം പിശാചിനെ അകറ്റി നിർത്തിയിട്ട് യേശുക്രിസ്തു യെരൂശലേമിൽ രാജാവായി ഭരിക്കുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. അവിടെ ദൈവമക്കളായ നമുക്കൊക്കെയും ദൈവം ചില സ്ഥാനങ്ങളോ അധികാരങ്ങളോ അവകാശങ്ങളോ ഒക്കെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചും എനിക്ക് വ്യക്തതയില്ല. എങ്കിലും ദൈവവചനം പറയുന്നു നമ്മയൊക്കെ ഭരണം നടത്തുവാനായിട്ട് ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. 3-ാമത്തെ കാര്യം, ഈ 1000 വർഷത്തെ ഭരണമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നിത്യത വരുന്നത്, ഇറ്റേണിറ്റി. അങ്ങനെ ഒരു പാട്ടിൽ നാം പാടുന്നുണ്ട്, പല പാട്ടുകളിലും അങ്ങനെ പാടുന്നുണ്ട്. പിന്നെ നാം നിത്യതയ്ക്കുള്ളിൽ മറഞ്ഞിടും. പാടിയിട്ടുണ്ടോ? അതിനുശേഷം നാം നിത്യതയ്ക്കുള്ളിൽ മറഞ്ഞിടും. വി വിൽ എൻഡ് അപ്പ് ഇൻ ഇറ്റേണിറ്റി. അവിടെ നാം മറഞ്ഞിരിക്കും, നിത്യതയിലേക്ക് കടക്കുകയാണ്. വേർ ദർ ഇസ് നോ ബിഗിനിങ്, വേർ ദർ ഇസ് നോ എൻഡിങ്, വേർ ദർ ഇസ് നോ നീഡ് ഫോർ എനി വാച്ച് ഓർ ക്ലോക്ക്. സമയമില്ലാത്ത ഒരു സമയം. ദൈവമേ, അതെല്ലാം എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും അവിടുത്തെ നിത്യരാജ്യത്തിന് വേണ്ടി എൻ്റെ മനസ്സ് വെച്ച് ഒരുങ്ങുവാനും ക്രിസ്തുവിനോടൊപ്പം ആ രാജ്യത്തിലായിരിക്കുവാനും നിത്യരാജ്യത്തിൽ
ദൈവരാജ്യത്തിലായിരിക്കുവാനും എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് മനസ്സുണ്ട് എന്ന് ഇന്ന് രാവിലെ കർത്താവിനോട് ഏറ്റു പറയാം. നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടെ അങ്ങനെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ക്രിസ്തുവിൻ്റെ ആ മില്ലനിയൽ കിങ്ഡത്തെക്കുറിച്ചും കൂടെ ചില കാര്യങ്ങൾ, അത് സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ ജീവിതങ്ങൾ അതിനോടുള്ള വെളിച്ചത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നും കൂടെ പ്രസ്താവിക്കുന്ന ഒരു ഭാഗം കൂടെ മാത്രമേ ഞാൻ ഇനി വായിക്കുകയുള്ളൂ. അത് യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിലാണ്. നിങ്ങളെല്ലാവരും ആ ഭാഗം എടുക്കാം. ഐസയാസ് ബുക്ക്, ഐസയ ചാപ്റ്റർ 11. അതിൽ ക്രിസ്തു രാജാവായിട്ട് ഭരണം നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ ക്രിസ്തുവൊക്കെ ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് വളരെ 700-800 വർഷം മുമ്പേ ഈ പ്രവചനം എഴുതി വെച്ചിരിക്കുകയാണ്. ഉദ്ദേശം 700 വർഷം മുമ്പ്, ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷം മുമ്പ് പ്രവാചകൻ യെശയ്യാവ് എഴുതി വെച്ച കാര്യങ്ങളാണ് ഈ 11-ാം അധ്യായത്തിലുള്ളത്. ആദ്യത്തെ ചില വചനങ്ങൾ വായിക്കാം. യെശയ്യാവ് ഐസയ ചാപ്റ്റർ 11 വേഴ്സസ് 1, 2 and 3 വായിക്കാം. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും വീര്യത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിധിക്കുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ തീരുമാനിക്കുകയില്ല. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രവാചകൻ യേശു ജനിക്കുന്നതിന് 700-ലധികം വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരിക്കുകയാണ്. ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടും. ആരാണ് ഇശ്ശായി? ദാവീദ് രാജാവിൻ്റെ പിതാവാണ് ഇശ്ശായി. ഇശ്ശായിയുടെ കൊമ്പിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിലൊന്നും നല്ല മുളകളൊന്നും ഉണ്ടായിട്ടില്ല. ദാവീദ് ഉൾപ്പെടെ ആ സന്തതിയിൽ പരമ്പരയിൽ ജനിച്ച എല്ലാവരും പാപികളായിരുന്നു. വളരെ ദോഷകരമായ പാപത്തിൽ വീണവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നും, ഇത് മനുഷ്യകുലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പൊതുവെ മനുഷ്യകുലത്തെയാണ് ഇശ്ശായിയുടെ കുറ്റി എന്ന് പറയുമ്പോൾ, a shoot will spring up from the stem of Jesse. ഇശ്ശായിയുടെ ആ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടും. അത് കർത്താവായ യേശു ഒരു മനുഷ്യനായി ജന്മം എടുത്ത് ഈ ഭൂമിയിൽ വന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മുൻകാലങ്ങളിൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നും മനുഷ്യർക്ക് ആർക്കും വിശുദ്ധമായി പവിത്രമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവായ യേശുവിന് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. യേശു നമുക്ക് വേണ്ടി പവിത്രമായ ഒരു ജീവിതം ജീവിച്ചു കാണിച്ചു. ഒരു മനുഷ്യനായി ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നും പൂജാതനായി ദാവീദിന്റെ സന്തതിയായി താൻ ജനിച്ചു. എന്നിട്ടും വിശുദ്ധിയുടെ ആത്മാവ് കൊണ്ട് എന്താ പറയുന്നത്, ദൈവപുത്രനെന്ന് ശക്തിയോടെ വെളിപ്പെട്ടു വന്നു എന്നാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്. He was declared holy according to the spirit of holiness. ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരാൾ ചുവള്ളതായിട്ട് ജീവിച്ചത്. അത് യേശുവായിരുന്നു. ദൈവമക്കളെ, അങ്ങനെ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു വ്യക്തി വിശുദ്ധമായി ജീവിച്ചത് ഇന്ന് എനിക്കും നിങ്ങൾക്കും വലിയ പ്രത്യാശ നൽകുന്ന കാര്യമാണ്. അതേ ഇശ്ശായിയുടെ കുറ്റിയിലും അതേ മനുഷ്യ ശരീരത്തിലും ജീവിക്കുന്ന നമുക്കും യേശുവിനെ അനുഗമിക്കുവാനും പിൻചെല്ലുവാനും യേശുവിനെ പോലെ ജീവിക്കുവാനും സാധ്യതയുണ്ട് എന്നാണ് ആ കാര്യം പ്രസ്താവിക്കുന്നത്. We can live a victorious and a holy and a godly life. പരിശുദ്ധാത്മാവിനാൽ, ആത്മശക്തിയാൽ നമുക്ക് ഈ കാലങ്ങളിൽ യേശുവിനെ അനുഗമിക്കുവാനും അവിടുത്തെ പിൻചെല്ലുവാനും അവിടുത്തെ പദചിഹ്നങ്ങളിൽ, കാൽ ചുവടുകളിൽ മുമ്പോട്ട് പോകുവാനും നമ്മെപ്പോലുള്ള ഓരോ സാധാരണക്കാർക്കും ഇന്ന് കഴിയും. അതാണ് ഇശ്ശായിയുടെ കുറ്റി എന്നുള്ള വാക്ക് അവിടെ സൂചിപ്പിക്കുന്നത്. ആ കുറ്റിയിൽ ജനിച്ച യേശു നമ്മുടെ മുന്നോടിയായിരിക്കുന്നു. ഹീസ് അവർ ഫോർ റണ്ണർ. ഹി ഹാസ് ഷോൺ ദ വേ. ഇന്ന് നമുക്ക് യേശുവിനെ അനുഗമിച്ച് പവിത്രമായി ജീവിക്കുവാൻ ദൈവമക്കളെ സാധിക്കും. ആ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു നീതിയുള്ള ഒരു ഷൂട്ട്, ഒരു മുള പൊട്ടിപ്പുറപ്പെട്ടു. അത് കർത്താവായ യേശുവാണ്. ആ യേശുവിനെ കുറിച്ച് പറയുന്നു, അവന്റെ മേൽ അധിവസിക്കുന്ന ആത്മാവ് 7 ഗുണവിശേഷങ്ങളുള്ളതായിരിക്കും എന്ന് ഇവിടെ പറയുന്നു. 2-ാം വാക്യം നോക്കുക. അവന്റെ മേൽ, അത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, യേശുവിന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അത് ജ്ഞാനത്തിന്റെ ആത്മാവാണ്, അത് വിവേകത്തിന്റെ ആത്മാവാണ്, ആലോചനയുടെ ആത്മാവാണ്, ബലത്തിന്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, ദൈവഭയത്തിന്റെ അഥവാ യഹോവ ഭക്തിയുടെ ആത്മാവാണ്. ഇങ്ങനെ യേശുവിന്റെ മേൽ 7
തലങ്ങളിലുള്ള ദൈവാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. യേശു ജനിക്കും മുമ്പേ 700 വർഷം മുമ്പ് പ്രവാചകൻ രേഖപ്പെടുത്തിയതാണ്. അത് ക്രിസ്തുവിൽ നിറവേറി. ഈ പറഞ്ഞതുപോലെയാണ് യേശു ജീവിച്ചത് ഈ ഭൂമിയിൽ. ഇന്ന് എനിക്കും നിങ്ങൾക്കും ആ യേശു മുന്നോടിയാണ്, നമ്മുടെ മുൻപിൽ ഓടിയവനാണ്. ഈസ് അവർ ഫോർ റണ്ണർ. 3-ാം വാക്യം നോക്കുക. അവന്റെ പ്രമോദം, അവന്റെ ആനന്ദം ദൈവഭക്തിയിലായിരിക്കും. യേശുവിനെ കുറിച്ച് പറയുന്നത് നമുക്കും സത്യമായിട്ട് തീരുവാൻ സാധിക്കും. ദൈവഭയത്തിൽ സന്തോഷിക്കുന്ന ഒരു ജീവിതം. ലോകത്തിൽ പണവും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നല്ല ഐസ്ക്രീം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്, അല്ലേ? നല്ല ഐസ്ക്രീം കിട്ടിയാൽ സന്തോഷമാണ്. അവരുടെ ആനന്ദം അതിലാണ് ഇരിക്കുന്നത്. മുതിർന്നവരെ കുറിച്ച് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങളിലുമാണ് അവരുടെ ആനന്ദം കുടികൊള്ളുന്നത്. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ദൈവഭക്തിയിലായിരുന്നു അവിടുത്തെ ആനന്ദം. താൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ വിധിക്കുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ മറുപടി പറയുകയുമില്ല. യേശു പിതാവിനെ അനുസരിച്ച് ജീവിച്ചു, ദൈവഭക്തിയിൽ ആശ്രയിച്ച് ജീവിച്ചു. ഇനിയുള്ള ഭാഗം കുറച്ചുകൂടെ സന്തോഷകരമാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ഈ 1000 ആണ്ട് കാലത്തിന്റെ അനുഭവത്തെക്കുറിച്ചാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. 6-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ വായിക്കുമ്പോൾ, വേഴ്സസ് 6 to 9 വായിക്കുമ്പോൾ, അവിടെ ഈ 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടത്തിൽ, മില്ലനിയൽ റെയിനിന്റെ സമയത്ത് മനുഷ്യരുടെ ജീവിതങ്ങൾ എപ്രകാരമാണ് വ്യത്യാസപ്പെടാൻ പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. ചേഞ്ച്ഡ് ലൈഫ്സ്, ജീവിതങ്ങൾ മാറ്റപ്പെടാൻ പോവുകയാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ സ്വഭാവം തന്നെ മാറ്റപ്പെടാൻ പോവുകയാണ് ഈ 1000 ആണ്ട് വാഴ്ചയിൽ. നമുക്ക് 6ഉം 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കാം. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടിൻ കുട്ടിയോട് കൂടെ കിടക്കും, പശുകിടാവും സിംഹക്കുട്ടിയും കൊഴുത്ത മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നയിക്കും, പശുവും കരടിയും ഒന്നിച്ച് മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു പാമ്പിന്റെ മാളത്തിൽ കളിക്കും, മുലകുടി മാറിയ ശിശു അണലിയുടെ മാളത്തിൽ കൈയിടും. അടുത്ത വാക്യം കൂടെ, വേഴ്സ് 9th വേഴ്സ്. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുന്നതിനാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്ത് വളരെ മനോഹരമായ ഒരു ജീവിതമാണ് പ്രവാചകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. എന്നാൽ അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. ഈ സഹസ്രാബ്ദ കാലത്തെ ഈ ചേഞ്ചസ്, വ്യത്യാസങ്ങൾ ഇന്ന് ദൈവസഭയിൽ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട കാര്യങ്ങളും കൂടെയാണ്. ഞാൻ ചില കാര്യങ്ങൾ അതിൽ നിന്ന് പറയാം. വ്യത്യാസപ്പെട്ട ജീവിതങ്ങൾ. ഒന്ന്, ഈ കാലത്ത് പ്രത്യേകിച്ചും മൃഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിഷമുള്ള പാമ്പുകൾ, അവയുടെ വിഷമൊക്കെ മാറിപ്പോവും. കടിച്ചു കീറുന്ന സിംഹവും കരടിയും ഒന്നും ഇനി ആരെയും കടിച്ചു കീറുകയില്ല. അവരൊക്കെ എല്ലാം വെജിറ്റേറിയൻസ് ആയിട്ട് മാറും, പുല്ല് തിന്ന് ജീവിക്കും. അതായത് ഇനി ആരും അന്യോന്യം ഉപദ്രവിക്കുകയില്ല. സിംഹം കാളയെ കടിച്ചു കീറുകയില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ തോമാച്ചൻ ജോർജ് സഹോദരനെ ഒന്നും ചെയ്യത്തില്ല. സഹോദരിമാർ അന്യോന്യം ഉപദ്രവിക്കുകയും കുറ്റം പറയുകയും ഒന്നും ചെയ്യത്തില്ല. എല്ലാവരും പീസ്ഫുള്ളായി നല്ല മനസ്സോടെ സന്തോഷമായിട്ട് ജീവിക്കും. ആരും അന്യോന്യം ഉപദ്രവിക്കത്തില്ല. ദർ ഇസ് നോ ഹാം, നോ ഹേറ്റ്രഡ്, നോ ത്രെറ്റ്സ്. ഭീഷണിപ്പെടുത്തുകയില്ല. ഞാനിത് കാണിച്ചത് ഇങ്ങനെ ചെയ്യും എന്ന് മനുഷ്യർ ഭീഷണിപ്പെടുത്തുകയില്ല. അവിടെ പ്രതികാര ബുദ്ധിയൊന്നുമില്ല, തിരിച്ചടിക്കാനുള്ള ഭാവമൊന്നും അവർക്കില്ല. അന്യോന്യം അസൂയയില്ല. നോ ഹാം, നോ ഹേറ്റ്രഡ്, നോ ത്രെറ്റ്സ്, നോ റിവെഞ്ച്, നോ ജലസി. വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല. എല്ലാവരും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മാവേലിയുടെ കാലം പോലെയാകും. എല്ലാവരും അന്യോന്യം നന്മ ചെയ്ത് സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. അതൊരു ഐതിഹ്യം മാത്രമാണ് കേട്ടോ. എങ്കിലും ഇത് വരാൻ പോകുന്ന സത്യമായ കാര്യമാണ്. മനുഷ്യരുടെ സ്വഭാവം മാറും. ഇവിടെ മൃഗങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അത് മനുഷ്യരിലും അത് സംഭവിക്കും എന്ന് നമുക്ക് കാണാം. പാപത്തിന്റെ ശേഷം ഈ ലോകത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ദൈവം റിവേഴ്സ് ചെയ്ത് ഒരു അനുഗ്രഹീതമായ കാലഘട്ടമായിട്ട് ഈ 1000 ആണ്ട് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ് ഇതൊക്കെയും. അന്യോന്യം ആരും ഉപദ്രവിക്കുകയില്ല. പ്രിയ സഹോദരന്മാരെ, ദൈവസഭയിൽ ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ചിത്രമാണ് സഹസ്രാബ്ദ കാലത്തിൽ നാം കാണാൻ പോകുന്നത്. നാം ഒക്കെ ഈ രീതിയിൽ പഠിച്ചാൽ സഹസ്രാബ്ദ കാലത്ത് ചെല്ലുമ്പോൾ വി വിൽ ഫീൽ അറ്റ് ഹോം. വളരെ എളുപ്പമായിരിക്കും. കാര്യങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായിരിക്കും.
എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും ഈ അനുഭവത്തിൽ ജീവിക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സാധിക്കുന്നത് ചോദിച്ചാൽ അതാണ് 9-ാം വാക്യത്തിൽ നാം വായിച്ചത്. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതുപോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുന്നു. അതിനാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ആ വചനം ഒരിക്കൽ കൂടെ ചിന്തിക്കണമേ. ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ നമ്മുടെ ജീവിതങ്ങൾ നിറഞ്ഞിരുന്നു കഴിയുമ്പോൾ ആർക്കും ഉപദ്രവം ചെയ്യുവാനും ആരെക്കുറിച്ചും മോശമായി പറയാനും ചിന്തിക്കാനും ദോഷം ചിന്തിക്കാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനും മോശമായി സംസാരിക്കാനും നമുക്ക് കഴിയത്തില്ല. ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ് കാരണം. ദൈവികമായ കാര്യങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. വാട്ട് ഈസ് ഗോഡ്സ് പെർസ്പെക്റ്റീവ്? ദൈവത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ദൈവമേ, അവിടുന്ന് കാര്യങ്ങളെ കാണുന്ന പോലെ കാണാനും മറ്റു മനുഷ്യരെ സ്നേഹിക്കുവാനും ആരോടും വിരോധവും വാശിയും വഴക്കമൊന്നും ഇല്ലാതെ പീസ്ഫുള്ളായിട്ട് ജീവിക്കുവാനും അങ്ങയുടെ പരിജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നമുക്കിന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ദൈവികമായ പരിജ്ഞാനത്താൽ യേശുവേ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. ആ കാലഘട്ടത്തെക്കുറിച്ച് പ്രവാചകന്മാർ പലരും എഴുതിയിട്ടുണ്ട്. യെശയ്യാവിലും യെരമ്യാവിലും യെഹെസ്കേലിലും ഒക്കെ എഴുതിയിട്ടുണ്ട് ഈ വരാൻ പോകുന്ന ഈ 1000 ആണ്ട് വാഴ്ചയുടെ അനുഗ്രഹത്തെക്കുറിച്ച്. ഞാൻ അത് വാക്യങ്ങളൊന്നും എടുത്ത് വായിക്കുന്നില്ല. എന്നാൽ ആ കാലഘട്ടം ഏറ്റവും സമാധാനപൂർണമായ ഒരു കാലഘട്ടമായിരിക്കും. നമ്പർ 1, പീസ്ഫുൾ ടൈം. 2, ആനന്ദമുള്ള സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരിക്കും. 3, എല്ലാവർക്കും ആശ്വാസമുള്ള വളരെ പീസ്ഫുൾ ആയിരിക്കുന്ന സ്വസ്ഥതയുള്ള ഒരു കാലമാണ്. അടുത്തതായിട്ട് പറഞ്ഞാൽ എല്ലാവരും രാജാവിനെ അനുസരിക്കുന്ന എ ടൈം ഓഫ് ഒബീഡിയൻസ്. അന്ന് യേശു ആയിരിക്കും അവിടുത്തെ രാജാവ്. എല്ലാവരും യേശുവിനെ അനുസരിക്കുന്ന ഒരു അനുസരണമുള്ള കാലഘട്ടമായിരിക്കും. അത് വളരെ പവിത്രമായ വിശുദ്ധമായ ഒരു ജീവിത കാലഘട്ടമായിരിക്കും. ഒടുവിലായി നമുക്ക് പറയാം, അത് ദൈവപരിജ്ഞാനം ദേശത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ് നാം നോക്കി പാർക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ വരച്ച് കാണിച്ചു സംസാരിക്കുന്നത് നാം 1000 ആണ്ട് വാഴ്ച വരെ കാത്തിരിക്കേണ്ടതില്ല. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സത്യമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ഈ കാലങ്ങളിൽ ദൈവസഭയിൽ നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള സമാധാനമുള്ള ഒരു ജീവിതമാണ്. നമ്മുടെ ഇടയിൽ ദൈവം ഒരളവ് വരെ അങ്ങനെയുള്ള സന്തോഷവും സമാധാനവും സഹവർത്തിത്വവും സ്നേഹമൊക്കെ തന്നിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കാപട്യക്കാരെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വലിയ കാപട്യക്കാരൊന്നും നമ്മുടെ ഇടയിലില്ല. സീതാസാദാ നേരെയൊക്കെ പോകുന്നവരാണ് ദൈവകൃപയാൽ നമ്മുടെ ഇടയിലുള്ളത്. വലിയ കുഴപ്പക്കാരും കാപട്യക്കാരും സൂത്രം ചെയ്യുന്നവരും അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ ഇടയിൽ ദൈവം വെച്ചിട്ടില്ല. അത് ദൈവത്തിന്റെ വലിയൊരു കരുണയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വരുന്ന കാലങ്ങളിൽ നാം ഒക്കെ കൂടുതലായിട്ടും അങ്ങനെയുള്ള നേരെ ചൊവ്വെ ജീവിക്കുന്ന, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ജീവിക്കുന്ന, വ്യാജവും പോഷ്കവും വളഞ്ഞ വഴിയും കൗശലങ്ങളും തന്ത്രങ്ങളും ഒന്നുമില്ലാതെ സത്യം സംസാരിച്ചുകൊണ്ട് നേരെ പവിത്രമായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവമക്കളായി നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് സാധ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരും. കാരണം ചെറുപ്പം മുതലേ നാം ശീലിച്ചു വന്ന പല നേരെയല്ലാത്ത സ്വഭാവങ്ങളും ചിന്താഗതികളും ഒക്കെ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കും, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ശരിയാണോ? നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. നാം പരിശീലിച്ചു വന്ന ചെറുപ്പം മുതലേ ഉള്ള പല സ്വഭാവങ്ങളും നമ്മിലൊക്കെ ഉണ്ട്. കർത്താവിലേക്ക് വന്നപ്പോൾ അതൊക്കെ ദൈവം മാറ്റി മാറ്റി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഇനിയും ശരിയാക്കാനുണ്ട്. ചില ആളുകൾ മറ്റുള്ളവരെ കുറിച്ച് ഭയങ്കരമായ സംശയമാണ്. ആരെയും വിശ്വസിക്കരുതെന്നാണ് കാരണവന്മാരൊക്കെ പലരെയും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. മക്കളെ ആരെയും വിശ്വസിക്കരുത്, ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. എങ്കിലും മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിക്കുവാനും പോസിറ്റീവായി മറ്റുള്ളവരെ വിശ്വസിക്കാനും കരുതുവാനും നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നന്മ ചെയ്യാനും. ഒരാൾ നമുക്കെതിരായിട്ടൊരു ദോഷം ചെയ്താൽ പോലും അത് നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം പരിണമിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കാനും പറയാനും സാധിക്കും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കാലങ്ങളിൽ ദൈവം നമ്മെ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ രൂപാന്തരപ്പെടും. കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ഞാൻ രൂപാന്തരപ്പെടും. എൻ്റെ നശ്വരമായ ദ്രവത്വമുള്ള ശരീരം മാറിയിട്ട് അദ്രവത്വതയുള്ള അനശ്വരമായ ഒരു ശരീരം എനിക്ക് ലഭിക്കും.
ആ കാലത്ത് പിശാചിന്റെ ഡയറക്റ്റ് അറ്റാക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. അവനെ മാറ്റി പൂട്ടി അവിടെ മാറ്റിയിടും. ഈ ഭൂമിയിൽ പിശാചിന്റെ ബാധ ഉണ്ടാകത്തില്ല. യേശു സമാധാനത്തോടെ ഭരിക്കും. അതിനുവേണ്ടിയാണ് സഭയിൽ നാം ഒരുങ്ങേണ്ടത്. കുടുംബങ്ങളിൽ ആ ഒരു കാഴ്ചപ്പാടോടെ നാം ഒരുങ്ങണം. ഭാര്യയും ഭർത്താവും ഒക്കെ മക്കളും ഒക്കെ സ്നേഹത്തോടും സൗഹൃദത്തോടും സഹനത്തോടും കൂടെ ജീവിച്ച് അന്യോന്യം അനുഗ്രഹിച്ച് സന്തോഷമായിട്ട് മുമ്പോട്ട് ജീവിച്ചു പോകണം. അത് ഈ 1000 ആണ്ടിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിട്ട് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് അവർ പ്രിപ്പറേഷൻ ഫോർ ദ 1000-year reign ഓഫ് ക്രൈസ്റ്റ്. അതും കഴിയുമ്പോഴാണ് കാര്യങ്ങളുടെ സമാപ്തി വരുന്നത്. ചുരുക്കമായിട്ട് ഞാൻ പറയുകയാണ്, എന്താണ് സമാപ്തി? ഇറ്റേണൽ കിങ്ഡം, നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വാതിൽ അവിടെയാണ് കിടക്കുന്നത്. ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ദൈവം പല കാര്യങ്ങളും ചെയ്യും. ന്യായവിധി നടത്തും, ചിലരെ നരകത്തിലേക്ക് തള്ളിവിടും. ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്, ഞാനെല്ലാം വായിച്ചില്ല. ദൈവത്തിനായിട്ട് ജീവിക്കുന്നവരെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കും. കാലം തീരും, പിന്നെ സമയമില്ല, കാലമില്ല, രാത്രിയില്ല. നാം എന്നുമെന്നും ക്രിസ്തുവിനോട് കൂടെ വാഴുന്ന ഒരവസ്ഥ. ഫോർ ഓൾ ഇറ്റേണിറ്റി, ഫോർ എവർ ആൻഡ് എവർ. ദൈവമക്കളെ, ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ചിന്താഗതി ഉണ്ടായിരിക്കണം. ഭാവിയെക്കുറിച്ചുള്ള സിനോപ്സിസ്, ചുരുക്കം ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇത്രയും ചുരുക്ക കാര്യങ്ങളെ എനിക്കുള്ളൂ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് മതി. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ ഇത് ഉണ്ടായിരിക്കണം, ഈ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. ഇനി ഇങ്ങനെയുള്ള ഈ രാജ്യത്തിന് വേണ്ടി ഒരുക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ നിശ്ചയദാർഢ്യവും ഡിറ്റർമിനേഷനും ഒന്നും കൊണ്ടല്ല. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മെ ഈ അളവിൽ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി തീർത്ത് കൊണ്ടുവരുന്നത്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് പരിശുദ്ധമായ ആത്മാവാണ്. അത് കുറച്ച് ഫീലിങ്സ് തരുന്ന ഒരു ആത്മാവല്ല ഈ പരിശുദ്ധാത്മാവ്. ഫീലിങ്സും ഒക്കെ ഉണ്ട്, വൈകാരികമായ സന്തോഷവും ഒക്കെ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. എങ്കിലും മുഖ്യമായത് ആ ആത്മാവിനെ പ്രാപിക്കുന്ന ആളുകളുടെ ജീവിതങ്ങളെ പരിശുദ്ധമാക്കുകയാണ് പരിശുദ്ധാത്മാവ് പ്രാഥമികമായിട്ടും ചെയ്യുന്നത്. അവർ ലൈഫ്സ് വിൽ ബി മെയ്ഡ് ഹോളി ഫോർ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതിനായിട്ട്, ക്രിസ്തുവിന്റെ വരവിനായിട്ട് നമ്മെ വിശുദ്ധിയിൽ കാക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രാഥമികമായ പ്രൈമറി ഗോൾ എന്ന് പറയാം. മറ്റു പല മിനിസ്ട്രീസും ശുശ്രൂഷകളും വരങ്ങളും ഒക്കെ ആത്മാവ് തരാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി അതിൻ്റെ എല്ലാം കൺസോളിഡേഷൻ, അതിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത് ദൈവമക്കളായ നാം ക്രിസ്തുവിൽ വളർന്ന് പവിത്രത പ്രാപിച്ച് പക്വത പ്രാപിച്ച് യേശുവിനെ പോലെ ആയിത്തീരുവാൻ നമ്മെ പണിയുന്ന ജോലിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവരാജ്യത്തിന്റെ പ്രത്യാശയോടെ നമ്മെ തന്നെ ഒരുക്കി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.